ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പാട്ടുവിശേഷത്തിന്റെ 93-ാമത്തെ ദിവസമാണ്. 93-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 93 ദിവസങ്ങളായി, ഏകദേശം 2 വർഷത്തോളം ആകുന്നു. നമ്മൾ കഥയിലുമുണ്ട് കാര്യത്തിനോട് ചേർന്ന് തന്നെയാണ് ഇതും തുടങ്ങിയത്, ഏകദേശം ഒരാഴ്ച 1.5 ആഴ്ച വ്യത്യാസത്തിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരിയും ആളുകളെ അനുസ്മരിക്കാൻ, അവരുടെ പാട്ടുകൾ മനസ്സിലാക്കാൻ, ആ പാട്ടുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ആ പാട്ടുകാരെ കുറിച്ച്, അവരുടെ സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഒത്തിരി അവസരങ്ങൾ കിട്ടി. ഒരുപക്ഷെ നമുക്ക് കൃത്യമായി പാടി ഫലിപ്പിക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഈ പാട്ടിൻ്റെ ആ ശ്രേണിയിൽ അതുല്യരായ അതിൻ്റെ പാട്ടിൻ്റെ സംവിധായകരാണെങ്കിലും അതിൻ്റെ എഴുത്തുകാരാണെങ്കിലും പാടുന്നവരാണെങ്കിലും ഒക്കെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാൻ തീർച്ചയായിട്ടും ഓരോ പാട്ടുകാരെയും മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അടുത്തറിയാൻ, അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ നമുക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി. അപ്പൊ ഇന്ന് മലയാളത്തിലെ വളരെ പ്രസിദ്ധരായ ഒരു വ്യക്തിയാണ് കണ്ണൂർ രാജൻ. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചില ജീവിതാനുഭവങ്ങൾ, ഒരുപക്ഷെ മനോഹരമായ പാട്ടുകൾ എഴുതിയിട്ടും വേണ്ട രീതിയിൽ ഒരു പരിഗണനയോ ഒരു അംഗീകാരമോ കിട്ടാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ രാജൻ്റെ പേര് ഏറ്റവും മുൻപിലായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ വളരെ മനോഹരമാണ്. പാട്ടുകൾ പാടാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് 2 വരി മൂളിയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ അവസരമാണ് ഇത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കണ്ണൂർ രാജനെയാണ് ഓർക്കുന്നത്. കണ്ണൂർ രാജൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു പ്രസിദ്ധനായ സംഗീത സംവിധായകനായിരുന്നു. പക്ഷെ പ്രസിദ്ധനാണോ എന്ന് ചോദിച്ചാൽ ആ പ്രസിദ്ധി കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയോ എന്ന് ചോദിച്ചാലാണ് ഒരു പറയുമ്പോൾ ഇങ്ങനെ ഗൃഹാതുരത്വം അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ശീലുകൾ ഉണർത്തുന്ന ഒരുപിടി ഗാനങ്ങൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. 1949 ജനിച്ചത്. കണ്ണൂരിലുള്ള ഇടയ്ക്കാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വളരെ ദരിദ്ര കുടുംബത്തിൽ ജീവിച്ച് ദുരിതങ്ങളോട് പടവെട്ടി അദ്ദേഹം ചലച്ചിത്ര ലോകത്തെത്തി. 1974 പുറത്തിറങ്ങിയ മിസ്റ്റർ സുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി സംഗീത സംവിധാനം ചെയ്തത്. വയലാർ രാമവർമ്മയായിരുന്നു ആ ചിത്രത്തിൻ്റെ ഗാനരചയിതാവ്. അനേകം സിനിമകൾ, ദേവി ക്ഷേത്ര നടയിൽ, തുഷാര ബിന്ദുക്കളെ, നിമിഷം, സുവർണ നിമിഷം, നാദങ്ങളായി നീ വരും, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, പാടം പൂത്ത കാലം, ഈറൻ മേഘം, ദൂരെ കിഴക്കുതിക്കും, മാനസല്ലോല മരതകവർണ്ണ, വീണപാടും വീണമായി തുടങ്ങിയ അനേകം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് പറഞ്ഞ പോലെ ഗൃഹാതുരത്വം തുളുമ്പുന്ന പാട്ടുകൾ അദ്ദേഹം അതിന് കൃത്യമായി സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകളും യേശുദാസാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ ദുഃഖം എന്ന് പറയുന്നത്, പ്രസിദ്ധരായ പല സംഗീത സംവിധായകരുടെയും പേരിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പലപ്പോഴും അറിയപ്പെട്ടത്. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. 1995 ഏപ്രിൽ 7 ഒക്കരക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രദേശസമ്മേളനത്തിലൂടെ കണ്ണൂർ രാജൻ അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള ശക്തി അല്ലെങ്കിൽ ആ സംഗീതത്തിലുള്ള സാന്നിധ്യം ഇപ്പോഴും നമ്മുടെ ചുറ്റും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ ശരത് എന്ന് പറയുന്ന പ്രമുഖ സംഗീത സംവിധായകനും ഗായകനും ഇപ്പോൾ നമ്മളോട് കൂടെയുണ്ട്. ശരത്തിനെ എല്ലാവരും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ശരത്. അദ്ദേഹം നൽകിയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ 1974 മുതൽ ആദ്യത്തെ മിസ്റ്റർ സുന്ദരി, അപ്പുണ്ണി, കാര്യം നിസ്സാരം പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയിലാണ്. അധ്യായം 1 മുതൽ, അക്കരെ നിന്നൊരു മാരൻ, എൻ്റെ അമ്മു നിന്റെ തുളസി, അവരുടെ ചക്കി, നിന്നിഷ്ടം എന്നിഷ്ടം, ചിത്രം, ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ള കുറേ പാട്ടുകൾ ചിത്രത്തിലൂടെ പോലെ, പാരൽ കോളേജ്, വധു ഡോക്ടറാണ്, ഹല്യ, വാർദ്ധക്യപുരാണം, പല്ലവി, രാഗവീണ, സൗന്ദര്യം, ദൈവസഹായം, ലക്കി സെന്റർ, ക്ഷേത്രം, മനസ്സേ ഉണരൂ, ഇങ്ങനെ അനേകം പാട്ടുകൾ. സിംഹധ്വനി, കടൽപ്പൊന്ന്, എനിക്ക് തോന്നുന്നു കടൽപ്പൊന്ന് എന്ന് പറയുന്ന സിനിമയാണ് ഏറ്റവും അവസാനം അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചത്. അദ്ദേഹം നൽകിയ സംഗീതം നൽകിയ ചില ആൽബങ്ങളുമുണ്ട്. ശ്രുതിലയ തരംഗിണി, രാഗവീണ, ഹൃദയാഞ്ജലി, ഇങ്ങനെ അനേകം പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ച്, കണ്ണൂർ രാജൻ്റെ കണ്ണീരെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, 1976 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സത്യത്തിൽ അതിൻ്റെ പ്രഖ്യാപനം കണ്ണൂർ രാജനെ കരയിപ്പിച്ചു എന്നാണ് പറയുന്നത്. മികച്ച സംഗീത സംവിധായകൻ A.T. ഉമ്മർ, ഗാനം തുഷാര ബിന്ദുക്കളെ, ചിത്രമാലിംഗൻ. സത്യത്തിൽ ഈ പാട്ട് എഴുതിയത് അല്ലെങ്കിൽ കൃത്യമായി സംവിധാനം ചെയ്തത് കണ്ണൂർ രാജനായിരുന്നു. പക്ഷേ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് അത് ഇദ്ദേഹത്തിൻ്റെ നിർമ്മാതാവും A.T. ഉമ്മറുമായിട്ടുള്ള ഒരു ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ആ പാട്ട് യാദൃശ്ചികമായി A.T. ഉമ്മറിന് അല്ലെങ്കിൽ ആ സംവിധായകന് കൊടുത്ത് അത് A.T. ഉമ്മറിലേക്ക് കൈമാറപ്പെടുകയാണ് ചെയ്തത്. അത് പാടിയത് ജസ്റ്റാനിക്കാണ്. ജസ്റ്റാനിക്കും അന്ന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കിട്ടി, മികച്ച സംവിധായകനുള്ള പുരസ്കാരവും കിട്ടി. പക്ഷെ അത് യഥാർത്ഥത്തിൽ എഴുതിയത് കണ്ണൂർ രാജനായിരുന്നു. അപ്പോൾ തൻ്റെതായിട്ടുള്ള ഒരു സൃഷ്ടി മറ്റൊരാളുടെ പേരിൽ, അതും അവാർഡ്, 2 അവാർഡുകളോടുകൂടി അത് വരുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. തൻ്റെ കുഞ്ഞ് മറ്റൊരാളുടെ പേരിൽ ബഹുമാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം സ്വാഭാവികമായി അദ്ദേഹം കരഞ്ഞുപോയി എന്നുള്ളത്. അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സിനിമ തലത്തിൽ അല്ലെങ്കിൽ ആ സിനിമയുമായി തലത്തിൽ ചില സാഹചര്യ നിർമ്മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ശശിയുടെ 2ാമത്തെ ചിത്രം എന്നൊക്കെ നിലയിൽ വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? അദ്ദേഹത്തിൻ്റെ പേരിൽ സത്യത്തിൽ അറിയപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് നഷ്ടമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സങ്കടം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കണ്ണൂർ രാജൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള അംഗീകാരം കൃത്യമായിട്ട് ലഭിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ കടന്നു പോകുന്നതൊക്കെ തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ സാഹചര്യമാണ്. അദ്ദേഹത്തെ ഒന്ന് അടുത്തറിയാനൊക്കെ വലിയ അവസരം കിട്ടി. ഒരു പക്ഷേ ഇങ്ങനെ ഒരു സെഷൻസ് കൂടി അല്ലാതെ കണ്ണൂർ രാജനെ കുറിച്ച് നമ്മൾ എത്ര പെട്ടെന്ന് ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. ഇനി മനോജ് സാർ നമുക്ക് കണ്ണൂർ രാജനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയും. എനിക്ക് തോന്നുന്നു രാജു ഫിലിപ്സ് സാറും പറയുമെന്ന് തോന്നുന്നു. രാജു സാർ പറയും. കണ്ണൂർ രാജനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. ഇവിടെ സംഗീത സംവിധായകൻ ശരതിന്റെ ഫാദറിലാണ്. പിന്നെ സ്വർണ്ണലത എന്ന് പറയുന്ന പാട്ടുകാരിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു മരിച്ചുപോയ സ്വർണ്ണലത. അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞൊരു ഇത് പറഞ്ഞ വിവാദമായിട്ടുള്ള അവാർഡ്, ആ പാട്ട് ആക്ച്വലി നമ്മുടെ റാണിചന്ദ്ര അഭിനയിച്ചൊരു പടത്തിലെ റാണിചന്ദ്ര മരിച്ചു പോയപ്പോഴത്തേക്ക് ആ സിനിമ റിലീസായില്ല, പാട്ട് മാത്രം ഇങ്ങനെ ഫേമസ് ആയി. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് A.T. ഉമ്മറിന്റെ പേരിൽ പോകാൻ കാരണം എനിക്ക് തോന്നുന്നു. പാട്ട് വളരെ നല്ലൊരു പാട്ടാണ്. അത് സ്റ്റാനിക്ക് അവാർഡ് കിട്ടി. സിനിമ മാത്രം ഇറങ്ങിയില്ല, കാരണം അത് റാണിചന്ദ്ര അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ക്രാഷ് മരിച്ചു പോയായിരുന്നു. അതുകൊണ്ട് സിനിമ ആ പേരിൽ ഇറങ്ങാൻ സാധ്യത. പേരെന്താ, അല്ലെങ്കിൽ എന്താ പേര് ഞാൻ ഓർക്കുന്നില്ല, സിനിമയുടെ പേര് ഓർക്കുന്നില്ല. ഒക്കെ അദ്ദേഹം വളരെ ഒരുപാട് സിനിമയിൽ നല്ല നല്ല ഗാനങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ചും ആദ്യം ഓർമ്മ വരുന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. പിന്നീട് പല 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 നല്ല തനിഷ്ടം എന്നുള്ള സിനിമയിലെ പാട്ട്, അത് വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുണ്ട് ഒരുപാട്. പക്ഷേ അദ്ദേഹം അത്ര പ്രസിദ്ധനായില്ലെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള സംഗീത സംവിധായകരെ പോലെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധിയില്ലായിരുന്നു. കണ്ണൂർ രാജൻ കേൾക്കുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവുകളെ ശരിക്കും അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ശരിക്കും അത് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ശരത് അദ്ദേഹത്തിന്റെ മരുമകനാണ്. ശരത്തിൽ നിന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം പ്രസിദ്ധി നേടിയതായിട്ടുള്ള സംഗീത സംവിധായകനാണ് ഈ കാലഘട്ടത്തിൽ. അത് മാത്രമേ എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. മനോജ് സാർ പറയും. നമസ്കാരം. സാബു സാറ് ഏതാണ്ട് കണ്ണൂർ രാജൻ സാറിനെ കുറിച്ച് ഏതാണ്ട് മിക്കവാറും കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷനിൽ
സബു സാറ് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രാജു സാറും പറഞ്ഞു. എനിക്ക് കണ്ണൂർ രാജനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയകാലത്തെ മലയാള പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ മനസ്സിൽ കൂടെ എല്ലാം വരുന്നുണ്ട്. എല്ലാം മെലഡിയസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം മെലഡി പാട്ടുകളുടെ ഒരു സംഗീത സംവിധായകനായിരുന്നു. വളരെ സിമ്പിളായിട്ട് പാട്ടുകൾ ചെയ്തിട്ട് അത് നമ്മളുടെയൊക്കെ ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ അത്ര ടച്ചിങ് ആയിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം മിക്കവാറും സിനിമകളിൽ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ശോകഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് കൂടുതലൊന്ന് ശ്രദ്ധിച്ച, എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ശോകത്തിന് ഒരു പ്രത്യേക ഒരു ഛായ കണ്ണൂർ രാജന്റെ പാട്ടുകളിൽ എല്ലാത്തിലും ഉണ്ട്. ഒരു ശോകത്തിന്റെ ടച്ച് ഉണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബാല്യകാലമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആയിരിക്കാം ഈ പറഞ്ഞ പോലെ സംഗീതവും കലയൊക്കെ വരുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മെലഡി, ഈ പ്രത്യേകിച്ച് ദുഃഖഗാനങ്ങളിൽ അദ്ദേഹം ഒരുപാടുണ്ട്. ഇപ്പോൾ സാബു സാറേൻ്റെ ലിസ്റ്റ് താഴെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു. പിന്നെ അക്കാലത്തെ സിനിമകൾക്കൊക്കെ വേണ്ടി ഈ കണ്ണൂർ രാജൻ സംഗീതം പകർന്ന പാട്ടുകൾ അക്കാലത്തെ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള സോങ്സ് ആയിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടി തന്നെ എഴുതി ആ സിനിമ കാണുകയും അപ്പോൾ അതിന് അങ്ങനെ ഒരു എഫക്റ്റ് കൂടെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തെ പോലുള്ള സംഗീത സംവിധായകർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കണ്ണൂർ രാജന്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം നല്ലപോലെ ഈ പാട്ടുകളുടെ സംഗീതം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെയായിരുന്നു മിക്ക പാട്ടുകൾക്കും അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രൈസേഷൻ ചെയ്യുന്നത്. അത് ചില പഴയകാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ചിലരെ പാട്ട് മാത്രമേ കമ്പോസ് ചെയ്യത്തുള്ളൂ. അവർക്ക് അസിസ്റ്റന്റുമാരും ഒക്കെ സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റുമാരായിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മുടെ ജോൺസൺ മാഷിനെ പോലുള്ള ആൾക്കാർ, ഔസേപ്പച്ചൻ, അങ്ങനെ അവരൊക്കെ മ്യൂസീഷ്യൻസ് ആയിരുന്നു, വയലിനിസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പിന്നെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകും. പിന്നെ മ്യൂസിക് കമ്പോസിങ്ങിനൊക്കെ അവർക്കാകുമ്പോൾ എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്നില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക്, മിക്കവാറും പാട്ടുകൾക്ക് അദ്ദേഹത്തിന്റെ തന്നെ മനോഹരമായ ഓർക്കസ്ട്രേഷൻ കേൾക്കുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ അതൊരു കോമ്പിനേഷൻ തന്നെയാണ്. മറ്റുള്ളവർ ചെയ്യുമ്പോഴും കിട്ടും. കാര്യം പ്രധാനപ്പെട്ട സംഗീത സംവിധായകൻ പറയുന്ന കാര്യമാണ് അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കൊടുക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പാട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനോ അല്ല അങ്ങനെ ഉള്ള ഒരു അനുഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ചില മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ കാണാനും ഒക്കെയുള്ള സാഹചര്യം എനിക്ക് കിട്ടും. പക്ഷേ കണ്ണൂർ രാജൻ സാറിനെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം എത്ര മനോഹരമായ പാട്ടുകളാണ്, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ. അതുപോലെ ഈ അക്കാലത്തെ പാട്ടുകൾക്ക് കണ്ണൂർ രാജനൊക്കെ ചെയ്യുമ്പം, ഇപ്പം ദേവരാജൻ മാഷും ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന പാട്ടുകൾക്ക് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെയാണ് അത് ഏറ്റുപിടിച്ചവർ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു മെലഡി കീപ്പ് ചെയ്യാനായിട്ട് സംഗീതത്തിന് അന്നത്തെ സിനിമയിൽ വരുന്ന പാട്ടുകളാണല്ലോ നമ്മൾ കൂടുതലും കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ആ മെലഡി കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട്, ഇപ്പോൾ എ ടി ഉമ്മർ സാറിൻ്റെ കാര്യം പിന്നെ ഇവിടെ സാബു സാറ് പറഞ്ഞു. അപ്പോൾ ഇവർ ഒക്കെയാണ് പിന്നീട് വന്ന ഒരു സംഗീത സംവിധായകരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചിത്രത്തിലെ പോലുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ നമുക്കറിയാം വളരെ ടച്ചിങ് ആയിട്ടുള്ള പാട്ടുകളാണ് ചിത്രത്തിലും ഉണ്ടായിരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ പുതിയൊരു ഒരു 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 കുറേ കാര്യങ്ങൾ, പിന്നെ മലയാള സിനിമയ്ക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നപ്പം ഇദ്ദേഹത്തിനെ പോലുള്ളവരുടെയൊക്കെ സംഗീത സംവിധാനത്തിൻ്റെ ഒരു കുറവ് സംഭവിച്ചു. അതും ശരിയാണ്. പിന്നെ പുതിയ ആൾക്കാർ വന്നു, സിനിമയുടെ ട്രെൻഡ് മാറി. അതും അങ്ങനെയും കണ്ണൂർ രാജന്റെ പാട്ടുകൾക്ക് അവസാനം എന്താണ് വേണ്ടപ്പെട്ട രീതിയിൽ ഇവിടെ പറഞ്ഞ പോലെ അതിന് ശ്രദ്ധ കിട്ടിയോ അല്ലെ അംഗീകാരം കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹത്തെ സംഗീത ലോകത്തുള്ളവരൊക്കെ എപ്പോഴും കണ്ണൂർ രാജന്റെ പാട്ടുകൾ ഓർത്തിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെലഡിയസ് സോങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ. അതുകൂടാതെ അദ്ദേഹം ഒരുപാട് ഇപ്പം തരംഗിണി ഈ മ്യൂസിക് ഒക്കെ ഉണ്ടായ സമയത്ത് തരംഗിണി സോങ്സിൽ കൂടെ സീരീസ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതും എല്ലാം വളരെ പ്രസിദ്ധമാണ്. പക്ഷെ നമുക്ക് ആ ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ ഭക്തിഗാനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ലളിതഗാനങ്ങൾ ഒരുപാട് ലളിതഗാനങ്ങൾ തരംഗിണിയിൽ കൂടെ
കണ്ണൂർ രാജിൻ്റേത് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു മികച്ച സംഗീത സംവിധായകൻ, ഒരു സംഗീതപ്രേമി, സംഗീതത്തിന് വേണ്ടി ജീവിച്ചയാൾ എന്നൊക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഓർക്കാൻ പറ്റിയത് ഏതായാലും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ചെയ്ത മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകളിലൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാവുന്നതായിരിക്കും. സാബു സാർ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഈ അവസരം കിട്ടിയത് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ. സാബു സാർ, ഓവർ ടു യു. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും കണ്ണൂർ രാജിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ പറയാം, ഇല്ലേ നമുക്ക് ഇതിന്റെ പാട്ടുകളിലേക്ക് പോകാം. സാറേ, അത് കണ്ണൂർ രാജ സാർ എന്ന് പറയുമ്പോൾ 2 കല്യാണം കഴിച്ചിരുന്നു സാറേ. ഒന്ന് സ്വർണ്ണലത, ആദ്യത്തെ ഭാര്യ, അതിൽ 3 ആൺകുട്ടികളുണ്ടായിരുന്നു. രണ്ടാമത് വിലാസിനി. അതുപോലെ കൊക്കരക്കോ എന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നതിനിടയിലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. കൊക്കരക്കോ. അതുപോലെ മലയാള ചലച്ചിത്ര സംവിധായകൻ കെ ഹരിദാസ് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവാണ്. താങ്ക് യു സാർ. ഓക്കെ മാം, അപ്പൊ നമുക്ക് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുഷാര ബിന്ദുക്കളെ എന്നുള്ള പാട്ടാണ്. ഒരുപക്ഷെ ഏറ്റവും കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ സന്ദർഭം ഈ പാട്ടിന്റെ സാധ്യതയിലൂടെയാണ് വന്നത്. അനേകം പാട്ടുകളുണ്ട്. തുഷാര ബിന്ദുക്കളെ, ദേവി ക്ഷേത്ര നടയിൽ, അതുപോലെ തന്നെ കൺമണി പൊന്മണിയെ, കരിമിസാർ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണത്. പിന്നെ പാടം പൂത്തകാലം ചിത്രത്തിലെ പാട്ട്, പീലിയേഴും വീശിവ, ഈറൽമേഘം, അതുപോലെ തന്നെ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, ദൂരക്കിഴക്കുതിക്ക് മാണിക്യച്ചമ്പഴുക, മൗനം പോലും മധുരം. പിന്നെ അനേകം പാട്ടുകളുണ്ട്. നാദങ്ങളായി നീ വരും. അപ്പൊ തുടക്കം ഇങ്ങനെ നോക്കാം. ഈ പാട്ട് നമുക്ക് 2 വരി പാടാം. നമുക്കറിയാവുന്ന പോലെയൊക്കെ പാടി നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ? തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരനിൽ വിഷാദ ഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളെ. ഇങ്ങനെയാണ് പാട്ടിൽ തുടങ്ങുന്നത്. ഇനി ആരെങ്കിലും 2 വരിയൊക്കെ പാടും നമുക്ക്. അറിയില്ല. അത് നല്ല രസമുള്ള പാടാ, കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണ്. പക്ഷെ പാടുമ്പോൾ സഹാതെ എസ് ജാനകിയുടെ പാട്ടാണത്. എസ് ജാനകിയുടെ പാട്ടിന് ഭയങ്കര ഷാർപ്പായിട്ടുള്ള, അല്ലേ? അത്ര മനോഹരമാണ് അത് കേട്ടിരിക്കാൻ. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ പാട്ട്. ഈ പാട്ടിലൂടെയാണ് രമാവതി മാം ഒരു 2 വരി പാടണം. ആ തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരനിൽ വിഷാദ ഭാവങ്ങളരുളി. തുഷാര ബിന്ദുക്കളെ ഇന്നലെ രാത്രിയിൽ ഈ വനവീതിയിൽ വിരിഞ്ഞു നിന്നൊരു മലരെ മണിമാരനു നീ നൽകിയതെന്തോ മണമോ മനമോ പൂന്തേനോ, മണമോ മനമോ പൂന്തേനോ. താങ്ക് യു സാർ. പാടാതെ കുറേ കിട്ടുന്നില്ല എനിക്ക്. ഓക്കെ, വേറെ ആർക്കെങ്കിലും 2 വരി? അതിന് 2 വരി പാടാം. ആ, പഠിക്കും.
തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനീരലരിൽ വിഷാദഭാവങ്ങളരുളി. തുഷാര ബിന്ദുക്കളെ ഇന്നലെ രാത്രിയിൽ ഈ വനവീഥിയിൽ വിരിഞ്ഞു നിന്നൊരു മലരെ മണിമാരനു നൽകിയതെന്റെ മണമോ മനമോ പൂണ്ടേനു. താങ്ക് യു സർ. ഓക്കെ. തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ ചെമ്പനിരലരിൽ വിഷാദഭാവങ്ങൾ അരുളി. തുഷാര ബിന്ദുക്കളെ. ഓക്കെ, നമുക്ക് അടുത്ത പാടി പോവാം. ഉള്ള പാട്ടുകളൊക്കെ വളരെ എളുപ്പമാണ്. ദേവി ക്ഷേത്ര നടയിൽ. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പാട്ടല്ലായിരുന്നു, വളരെ സിമ്പിളായിട്ട് പാടാം അല്ലേ? ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ഓക്കെ. ആർക്കെങ്കിലും ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കൂടെ പോകാം. അടുത്തത് കാര്യനിസ്സാരം ചിത്രത്തിലെയാണ്. കൺമണി പൊന്മണി. കൺമണിയെ പെൺമണിയെ അങ്ങനെയല്ല കൺമണി പൊന്മണിയെ കാർത്തിക പൊന്തണിയെ തളിരോ ആരാരോ കന്നിക്കനിയെ കണ്ണിൻ കുളിരെ മുത്തേ നിന്നെ താരാട്ടാം മലരെ മധുര തേനോട്ടാം. കൺമണി പൊന്മണിയെ കാർത്തിക പൊന്തണിയെ തളിരോ ആരാരോ കണ്ണിൻ കനിയെ കണ്ണിൻ കുളിരെ മുത്തേ നിന്നെ താരാട്ടാം മലരെ മധുര തേനോട്ടാം. ബാലചന്ദ്ര മേനോന്റെ മനോഹരമായ ഒരു പാട്ടല്ലേ? ഓക്കെ, പാടിക്കോളൂ. ഇനി പാടിക്കോളൂ. ഹേമാവതി മാം പാടിക്കോളൂ. കൺമണി പൊന്മണിയെ കാർത്തിക പൊൻകണിയെ ആരോ തളിരോ ആരാരോ കന്നിക്കനിയെ കണ്ണിൻ കുളിരെ മുത്തേ നിന്നെ താരാട്ടാം മലരെ മധുര തേനൂട്ടാം. കൺമണി പൊന്മണിയെ പാലു തരാം ഞാൻ ഇങ്കു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ രാരീരം രാരോ രാരീരം രാരോ പാലു തരാം ഞാൻ ഇങ്കു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ പുലരിക്കതിരേ പുളകക്കുരുന്നേ അഴകെ അഴകേ നിന്നെ താം അഴകേ നീ എന്നാലോലം. താങ്ക് യു സർ.
നല്ലൊരു താരാട്ട് പാട്ടാ അല്ലേ? താരാട്ട് പാട്ടാണ് സാർ. എന്റെ ശ്രീമാരി മാം പഠിക്കും. കൺമണി പൊൻ പെൺമണിയേ കാർത്തിക പൊൻ കണിയേ താരോ തളിരോ ആരാരും കന്നി കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ടാം മലരെ മധുരത്തേനൂട്ടാം കൺമണി പെൺമണിയെ പാലു തരാം ഞാൻ ഇങ്കു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ രാരീരം രാരോ രാരീരം രാരോ പാലു തരാം ഞാൻ ഇങ്കു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ. സലിജ മാം പാടുന്നുണ്ടാവും. പാടാ സാറേ. കൺമണി പൊന്മണിയേ കാർത്തിക പൊൻകണിയേ താരോ തളിരോ ആരാരോ കന്നി കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ടാ മലരെ മധുരത്തേനൂട്ടാം കൺമണി പൊന്മണിയേ കാർത്തിക പൊൻകണിയേ താരോ തളിരോ ആരാരോ പാലു തരാം ഞാൻ ഇങ്കു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ രാരീരം രാരോ രാരീരം രാരോ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും നല്ലൊരു താരാട്ട് പാട്ട് എത്രയോ വർഷങ്ങളായി കേൾക്കുന്നല്ലേ? കേട്ടിട്ട് ഇപ്പൊ വരിയൊന്നും അല്ല, ഇതൊന്നും അത്ര പിടിയില്ല, കുറേ കാലങ്ങളായി കേട്ടിട്ട്. അതെ. അടുത്ത പാട്ട് ചിത്രത്തിലെയാണ്. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പുന്നാറ്റിൻ്റെ പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു. സജ്ജമ പാടിയോ? പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനപ്പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. സത്യത്തിൽ ഇങ്ങനെയാണ് കണ്ണൂർ രാജനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും കണ്ണൂർ രാജൻ എന്ന് പറയുമ്പോഴല്ല ഈ പാട്ടിന്റെ ആ പ്രത്യേകത. ഓക്കെ, വേറെ ഞാലു കിട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി പാടം കൊയ്യുമ്പോൾ പാടാം പനന്തത്തെ നീയും പോരാമോ കൂടെ. പുഴയോ വരികള് കിട്ടണില്ല പക്ഷേ ഇത് ട്യൂൺ അത്ര കറക്റ്റ് അല്ല. ആ പാടിയും. പാടം പൂത്ത കാലം പാടാൻ വന്നു നീ പാടം പൂത്ത കാലം പാടാൻ വന്നു നീ പൊന്നാറ്റിനപ്പുറത്തു നിന്ന് പുന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം പാടാൻ വന്നു നീ ഓലത്തുമ്പത്തൊരു ഞാലുകെട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി
നീയും പോരാമോ കൂടെ പുഴയോരത്ത് പോയി തണലേ തിരന്ന് കളിയും ചിരിയും നുകരം. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും പാടി നോക്കട്ടെ. സർ പഠിക്കൂ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനപ്പുറത്തു നിന്നോ പൊന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും ഓലക്കുമ്പത്തൊരു ഞാലു കെട്ടി നീ ഓണപ്പാട്ടൊന്നു പാടി. പാടം കൊയ്യുമ്പോൾ പാടാം വനന്തത്തെ നീയും പോരാമോ കൂടെ പുഴയോരത്തു പോയി തണലേ തിരുന്നു കളിയും ചിരിയും നുകരാം. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. ഓക്കെ, ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് പീലിയേഴും വീശുവ സ്വരരാഗമാ മയൂരമേ. പൂവിന് പുതിയ പൂന്തൽനൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണത്. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ആരെങ്കിലും പാടാമോ? ആ, പാടി. പീലിയേഴും വീശുവ സ്വരരാഗമാ മയൂരമേ. പീലിയേഴും വീശുവ സ്വരരാഗമാ മയൂരമേ. ആയിരം വരവന്നങ്ങൾ ആയിരം വരവന്നങ്ങൾ പാടുമീ ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂരമേ. മാധവം മദനോത്സവം വാഴുമീ വനവീതിയിൽ മാധവം മദനോത്സവം വാഴും പാടൂ നീരതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശ ചന്ദ്രകൾ പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂരമേ. ഓക്കെ മാം, താങ്ക് യു. വളരെ മനോഹരമായി. വേറെ ആർക്കെങ്കിലും? ശൈലജ മാം, ആർക്കെങ്കിലും പാടണമെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്താണ്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും കണ്ണൂർ രാജിനെയൊക്കെ നമ്മൾ ശരിക്കും ഓർക്കുന്നത്. ഇത്ര മനോഹരമായ പാട്ടുകളാണ് അല്ലേ? മനസ്സിലിങ്ങനെ എപ്പോഴും ഭംഗി നിൽക്കുന്ന പാട്ടുകളായി. ആരെങ്കിലും ഇവിടെ പാടുന്നുണ്ടോ? രണ്ടുപേരും ഞാൻ നോക്കാം. ശിവ സ്വരരാഗമാ മയൂരമേ. പീലിയേഴും വീശിവ
സ്വരരാഗമയൂരമേ ആയിരം വരവന്നങ്ങൾ ആയിരം വരവന്നങ്ങൾ ആടുമേ ഋതുസന്ധ്യയിൽ ഏനേകം ശിവ സ്വരരാഗമയൂരമേ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത ഒരു മനോഹരമായ പാട്ടാണ് ഈറൻ മേഘം പൂവും കൊണ്ട്. ഈറൻ മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ഓക്കെ, ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പഠിക്കല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് ഒരു പാട്ട് ആ ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേളാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പൂവമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. താങ്ക് യു സർ. ഓക്കെ. സോ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? രാജേഷ് സാർ ഉണ്ടോ? ആർക്കെങ്കിലും രണ്ടുപേരി? ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ ഞാൻ കണ്ടു ഞാൻ. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ഓക്കെ സാറേ, ഓക്കെ, പഴയ പാട്ട്. അടുത്ത ഒരു പാട്ടും കൂടെ. ആ ഏത് സിനിമയിലെ പാട്ടാ? ഇതോ പൂവിന് പുതിയ പൂന്തന്നൻ. ആ, മമ്മൂട്ടിയുടെ. അടുത്ത ഒരു പാട്ട്, ഇതും വളരെ രസകരമായ ഒരു പാട്ടാണ്. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. ഇത് സിനിമ എന്ന് പറയുന്നത് നിന്നിഷ്ടം എന്നിഷ്ടം. ജാനകി തന്നെയാണ് പാട്ടുകാരി. കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കയ്യിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയെ ഉലകമേളതൻ രാഗം ഭാവം താളം ഭാവം. ഇളം മഞ്ഞിൽ കുളിരുമായൊരു കയ്യിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ചിറകിടുന്ന കിനാക്കളിൽ
ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമം കവിത നെയ്ത വികാരമം നീ എന്റെ ജീവനിൽ ഉണരൂ ദേവ ഇളം മഞ്ഞിൽ കുളിരുമായൊരു കയ്യിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഞാൻ രണ്ടുപേരും പാടാം സാറേ, ആ പാട് പാട് തീർച്ചയായും എല്ലാവരും പാടണം ഇളം കാരണം നമ്മള് മഞ്ഞിൽ ടൂട്ടാണ്. കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം പാവം താളം രാഗം പാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം പാവം താളം രാഗം പാവം താളം. താങ്ക് യു സർ. ജായ് സാർ രണ്ടുപേരി. ഇളം മഞ്ഞിൽ കുളിരുമായോ കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളത്തിൻ രാഗം ഭാവം ഭാവം താളം ഇളം മഞ്ഞിൽ കുളിരുമായോ കുയിൽ ഇടം നെഞ്ചിൽ മുരളിയിൽ പുളകമേളത്തിൻ രാഗം ഓക്കെ സാർ. ഓക്കെ, ഇനി ആരുള്ളത്? നമ്മുടെ ഞാൻ പാടട്ടെ സാറേ. പരമാവധി പഠിക്കും. ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം പാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമാം കവിത നെയ്ത വികാരമായി നീ എന്റെ ജീവനിൽ ഉണരൂ ദേവാ ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം. താങ്ക് യു സർ. ഇനി വിൻസെന്റ് സാർ രണ്ടുപേരി. റോയ് സാർ. ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമോ കവിത നെയ്ത വികാരമോ
സാറേ വേണുഗോപാൽ സാർ പാടുന്നുണ്ടായിരുന്നു സാറേ. ഒന്ന് ഉണ്ടോ? പാടുന്നട്ടെ. പഠിക്കും. ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ ഉലകമേള സഞ്ജാതം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ ഉലകമേള സഞ്ജാതം ഭാവം താളം രാഗം ഭാവം താളം ഇറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ഇറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ നിറമണിഞ്ഞ മനോജ്ഞമാം കവിത വികാരമാ നീന്റെ ജീവനിൽ ഉണരൂ ദേവാ മഞ്ഞിൽ പെരുമാറി ചന്ദ്രനിൽ രാഗം ഭാവം താളം രാഗം ഭാവം താളം. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടുന്നുണ്ടോ? റോയ് സാറോ വിൻസൻ സാർ അറിഞ്ഞ രണ്ടുപേരും? ഇളം മഞ്ഞിൽ കുളിരുമ ഒരു പാട്ടോടെ പാടി നമുക്ക് നിർത്താം. ദൂരക്കിഴക്കുതിക്കിൽ ആ മാണിക്ക് ചെമ്പഴുക്ക ഞാനിങ്ങെടുത്ത് വെച്ച് എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ചിത്രത്തിലെയാണ്. ദൂരക്കിഴക്കുതിക്കിൽ മാണിക്ക് ചെമ്പഴുക്ക ഞാനിങ്ങെടുത്ത് വെച്ച് എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ. നല്ല തളിർവെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ച് വെക്കം പുകല നന്നായി ഞാൻ വെട്ടിയരിഞ്ഞു വെച്ച്. ഇനി നിന്റെ അരികിൽ വരും കിളിപ്പാട്ടും കുളിരാകും ഞാൻ അരികിൽ വരാം നിറയൂടെ പകരം തരും. പരമാവധി ഏറ്റവും കിട്ടും, രണ്ടുപേരും കിട്ടുമോ? നോക്കട്ടെ. ദൂരക്കിഴക്കുതിച്ചയും ആ മാണിക്ക് ചെമ്പഴുക്ക ഞാനിങ്ങെടുത്ത് വെച്ചേ എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ. ദൂരക്കിഴക്കുതിച്ചേ ആ മാണിക്ക് ചെമ്പഴുക്ക നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ വെക്കം പുകല നന്നായി ഞാൻ വെട്ടിയരിഞ്ഞു വെച്ചേ. ഇനി നീ എന്നെ അരികിൽ വരും കിളിപാടും കുളിർരാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ മൃദുലേ എന്തു പകരം തരും. നല്ല തത്തക്കിളി ചന്ദന്റെ കില നുറുന്നു തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരാം. ദൂരക്കിഴക്കുതിച്ചു മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്ത് വെച്ച് എന്റെ വെറ്റിലെത്താമ്പളത്തിൽ. സത്യത്തില് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്നെ രസമാണ്, നമ്മൾ അറിയാതെ പാടിപ്പോവും. പക്ഷെ ഈ ലിറിക്സ് നോക്കി നമ്മൾ പാടുമ്പോൾ നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല, പാടിയിട്ടില്ല, കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഈ ലിറിക്സ് ഒന്നും. അതുകൊണ്ടാണ് ഈണത്തിൽ നമുക്ക് മൂടിയൊക്കെ പാടാമല്ലോ, പക്ഷെ കറക്റ്റ് ലിറിക്സ് പറയുമ്പോഴത്തേക്ക് വലിയ പാടാം. എത്ര കൃത്യമായിട്ട് ഞാൻ രണ്ടുപേര് പാടട്ടെ സാറേ. പഠിക്കും. ദൂരക്കിഴക്കുതുക്കിൽ ആ മാണിക്യച്ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ എൻ്റെ വെറ്റിലെത്താമ്പാളത്തിൽ. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ
വെക്കം പൂക്കല നന്നായി ഞാൻ വെട്ടിയരിഞ്ഞു വെച്ച്. ഇനി നീ എന്നെന്റെ അരികിൽ വരും. കിളിപ്പാടും കുളിർ രാവിൽ ഞാൻ അരികിൽ വരാം. പറയൂ മൃദുലേ, എന്തു പകരം തരും. നല്ല തത്തക്കിളിച്ചുണ്ടൻ വെറ്റില നൂറന്നു തേച്ചു തരാം. നിന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരെ കിഴക്കുദിക്കിൽ ആ മാണിക്യച്ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. താങ്ക് യു സർ. ദൂരെ കിഴക്കുദിക്കിൽ ആ മാണിക്യ ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുദിക്കിൽ ആ മാണിക്യ ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ. വെക്കം പൂക്കല നന്നായി ഞാൻ വെട്ടിയരിഞ്ഞു വെച്ചേ. ഇനി നീ എന്നെന്റെ അരികിൽ വരും. ഇനി പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരും. പറയൂ മൃദുലേ, എന്തു പകരം തരും. നല്ല തത്തക്കിളി ചുണ്ടൻ വെറ്റില നുറന്നു തെച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരെ കിഴക്കുദിക്കിൽ ആ മാണിക്യ ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇതിന്റെ ആദ്യത്തെ വരിയുണ്ടല്ലോ, ദൂരെ കിഴക്കുദിക്കിൽ. സത്യത്തിൽ ഞാനൊക്കെ പാടുമ്പോൾ ദൂരെ കിഴക്കുദിക്കും ആ മാണിക്യ ചെമ്പഴുക്കാന്നാ സാധാരണ പാടുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ദിക്കിൽ, അത് ദിക്കിൽ നിന്ന് വായിച്ചാൽ നമ്മുടെ താളമൊക്കെ പോകും ചെയ്യും, അറിയാവുന്ന ഇതും കൂടെ പോകും. അപ്പൊ ഈ ലിറിക്സ് എത്ര മനോഹരമായിട്ടാണ് അത് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്, അതൊക്കെയാണ് കണ്ണൂർ രാജനെ പോലുള്ള ആളുകളുടെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും കണ്ണൂർ രാജൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയുടെ മുമ്പിൽ നമുക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കാം. അദ്ദേഹത്തെ ഓർക്കാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കാം. ഈ പാട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണൂർ രാജൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ തീർച്ചയായിട്ടും കണ്ണൂർ രാജൻ്റെ ആൾ വരുന്നുണ്ട്. പക്ഷെ ലേറ്റായി പോയി, എന്നാലും നമുക്കൊന്ന് ചോദിക്കാം. ഷാബു സാർ, എന്നോട് കണ്ണൂർ രാജൻ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു വെച്ച് മുങ്ങിയ ആളാ. ഷാബു സാർ കേൾക്കുന്നുണ്ടോ? കേട്ടില്ല. കേൾക്കുന്നില്ല, ഓഡിയബിൾ അല്ലേ ഞാൻ? ഓടിവിളാ പറഞ്ഞു. കണ്ണൂർ രാജന്റെ പാട്ടൊക്കെ കേൾക്കാനില്ല, ഞാനത് ആഗ്രഹിച്ചു വന്നതാ നിങ്ങൾ പാടലൊക്കെ നല്ല കേൾക്കാനായിട്ട്. ടീമാ. 8 മണി കഴിഞ്ഞപ്പോഴാണ് പാട്ട് കേൾക്കാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാം പാടി നിർത്തി, പാടി നിർത്തിയാ? പാടി. ഒരു പാട്ടൊക്കെ പാട്, ഞാനൊന്ന് കേൾക്കട്ടെ. ആരെങ്കിലും ഒരു പാടിക്കോ, പാട്ടൊക്കെ ഞാൻ ഒരു പാട്ട് വെച്ച് തരാം, പാടിക്കോ. ഏത് പാട്ടാ വേണ്ടേ? അയ്യോ, ഞാനേ പാടാൻ പറ്റിയ അവസരത്തിലല്ല. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ആക്കാം, അടുത്ത പ്രാവശ്യം ആക്കാം. ആരെങ്കിലും ഒരു രണ്ടുപേര് പാട് കണ്ണൂർ രാജന്റെ ഒരു കേൾക്കാനായിട്ട്. ഏതാ ലാസ്റ്റ് പാട്ട് പാടിയത്? ലാസ്റ്റ് പാട്ട് മാണിക്യ ചെമ്പഴുക്ക. അതെ, അല്ല പാടിയത് അല്ല, ഒരു നന്നായിട്ട് പാടിയത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് ഏതാ? ഞങ്ങള് എല്ലാ പാട്ടും പാടി. പാടിയാ? പിന്നെ കുറെ പാട്ട് പാടി. ഞാൻ കാണിച്ചാൽ ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്തു. ഒറ്റ സെക്കൻഡ്. ഒരു അൺലക്കി മ്യൂസിക് ഡയറക്ടറാണ് കേട്ടോ കണ്ണൂർ രാജൻ. ഒരുപാട് നല്ല കഴിവുണ്ടായിട്ടും പക്ഷേ ലൈഫിൽ എവിടെ എത്തിച്ചേർന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമം അദ്ദേഹത്തെ കാണുമ്പോ. ജാനകിയമ്മയൊക്കെ പറയും അദ്ദേഹത്തിന്റെ എന്തൊരു മധുരമായിട്ടുള്ള പാട്ടുകളാണ് ഞാനൊക്കെ പാടിയിരിക്കുന്നത് എന്ന്. പക്ഷെ ലൈഫിൽ സക്സസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരു ഫൈനാൻഷ്യൽ ആയിട്ടും ഒരു വിധത്തിലും ഒരു സക്സസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു വിഷമാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിട്ട് പോകും. തുഷാര ബിന്ദുക്കളെ. അയ്യോ, അടിപൊളി പാട്ടാണ് ഇതൊക്കെ. ഐ വി ശശിയുടെ പടത്തിലെ പാട്ടാണ് തുഷാര ബിന്ദുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്ത പോയതിന്റെ ദുഃഖമൊക്കെ ഞങ്ങള്
അത് വേറൊരു കഥയുണ്ട് അതിന്റെ പുറകില്. അവാർഡ് കിട്ടാതെ പോയതിന്റെ പുറകിലൊക്കെ ഒരു കഥയുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, തീർത്തും അൺലക്കിയായിട്ട്. ഇപ്പൊ ചിത്രം എന്നുള്ളൊരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം. ചിത്രം അതിലത്തെ ചിത്രം പിന്നെ അതിന്റെ പാട്ടുകൾ എന്നൊക്കെ പാടൊക്കെ പറഞ്ഞാൽ, അതിലത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം പൂത്ത കാലം. അതെ അതെ, എം ജി ശ്രീകുമാറിന് ഏറ്റവും അല്ല ഗായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടം ഉണ്ടായത് ആ ചിത്രം കൊണ്ട് ഭയങ്കര നേട്ടം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നിഴൽമേഘം. എല്ലാവർക്കും ആ പടം കൊണ്ട് ഭയങ്കര നേട്ടമായിരുന്നു. പക്ഷെ ഓൺലി കണ്ണൂർ രാജന് മാത്രം അതൊരു മോശപ്പെട്ട ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. ആ പാട്ടെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പാട്ടുകളായിരുന്നു അതിലത്തെ പാട്ടുകൾ. കാരണം അത്രയും എല്ലാം ഹിറ്റ് മോശമായിട്ടുള്ള പാട്ടുകളാണ്. അനുഭവമായിരുന്നു. അതെ 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 അതെ. അദ്ദേഹത്തിന് അതിന്റെ പേയ്മെന്റ് പോലും ഒന്നും വളരെ കിട്ടിയില്ല. അത്രയും ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. എത്ര മികച്ച പാട്ടുകളായിരുന്നു നോക്കി. അതാ പറഞ്ഞത്, ലൈഫിൽ എല്ലാ തലത്തിലും ഒരു അവഗണനയായിരുന്നു സിനിമ ലോകം അദ്ദേഹത്തിന് നൽകിയത്. പക്ഷെ ഇത്രമാത്രം കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. നമ്മുടെ ശരത് സാറൊക്കെ ഉണ്ടല്ലോ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ വീടിന് തന്നെ ഒരു രാഗത്തിന്റെ പേരാ. മക്കൾക്കെല്ലാം ഓരോ രാഗത്തിന്റെ പേരിട്ടിരിക്കുന്നത്. അത്രയും സംഗീതത്തിൽ അത്രയും ഇഷ്ടം മനസ്സിലേറ്റിയൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, നമ്മളൊക്കെ ഇങ്ങനെ വിട്ടുപോയി. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരിക. അത്രയും നല്ല കഴിവുണ്ടായിട്ടും എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കിട്ടിയ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാബു സാറ് എന്തായാലും അത് ഏറ്റെടുത്ത് നടത്തിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. എന്തായാലും അദ്ദേഹത്തെ നിങ്ങൾ ഓർക്കാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഒരാളുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. കണ്ണൂർ രാജൻ എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഈ അപ്പൊ പാട്ട് അദ്ദേഹത്തിന്റെ എല്ലാവർക്കും പാട്ടുകൾ, അറിയുകയും ചെയ്യാം. പാട്ട് അതെ എല്ലാവർക്കും അതെ അതെ, അറിയുകയും പാട്ടുകൾ എല്ലാവർക്കും അറിയാം. അതിന്റെ ശില്പി ആരാന്ന് ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങളൊക്കെ കേൾക്കണം, അവരെയൊക്കെ പരിചയപ്പെടണം. അവരുടെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും അവർക്കൊക്കെ വേണ്ടിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും അദ്ദേഹത്തിന്റെ താങ്ക് യു വെരി മച്ച്. സൃഷ്ടികളെ ഞങ്ങളുടേതായ രീതിയിൽ പാടി. അടിപൊളി അടിപൊളി അടിപൊളി. അതൊക്കെ ഒരു ട്രിബ്യൂട്ട് ആണല്ലേ, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് ആണ് അവർക്ക്. കാരണം എത്രമാത്രം അവര് നമുക്ക് വേണ്ടിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തിരിച്ചും നമ്മൾ അവരെയൊക്കെ ഓർക്കേണ്ടത് നമ്മുടെ കൂടി പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കൂടി ഒരു കടമയാണ് എന്നുള്ള ഈ കാര്യം കൂടി ചിത്രം എന്ന് നമ്മൾ പറഞ്ഞ മനസ്സിൽ വെച്ച്. സിനിമയ്ക്ക് എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്ന അതെ 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 പാട്ട്. അതെ 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 അതെ. അതിലാ മോഹൻലാൽ രഞ്ജിനിയൊക്കെ ഇങ്ങനെ പാടി ഡാൻസ് കളിക്കുമ്പോ പാട്ടിന് ആ ഒരു മ്യൂസിക്, അതിന്റെ BGM ഒക്കെ എന്ത് രസം ഇപ്പോഴും. അതൊക്കെ കേൾക്കുമ്പോ അത് ഒരുപാട് പാട്ടുണ്ട്. നിമിഷം, സുവർണ നിമിഷം എന്നൊക്കെ ഓക്കെ, പറഞ്ഞ. അപ്പൊ ഈ അവസാന നിമിഷമെങ്കിലും വന്ന് ട്രിബ്യൂട്ട് ഓക്കെ, നൽകിയതിന് നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്തായാലും നിങ്ങൾ നന്നായി നടത്തിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. സാറ് വരാൻ വൈകിപ്പോയി സാറേ. അതെ അല്ലേ, ഞാനേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറെ പരിപാടികളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. നായകന്മാരില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഒരു ശക്തിക്കുറവുണ്ടായിരുന്നു. അത് ഇന്ന് ശക്തികുറവുണ്ടായിരുന്നു. ജോസഫ് സാർ ഉണ്ടായില്ലേ? ജോസഫ് സാർ ഇന്ന് ഉണ്ടായില്ലേ? ആരും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ അങ്ങ് അതെ, ഓക്കെ ഓക്കെ. അല്ല, നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഓരോരുത്തരും നിങ്ങൾ കണ്ടക്ട് ചെയ്യണ ഓരോ പരിപാടി, അത്രേ ഉള്ളൂ. കേട്ടോ ഇല്ല, മേഡം? ഞങ്ങൾ എന്താ പ്രശ്നം എല്ലാവർക്കും വെച്ചാൽ നമ്മൾ ഈ പാട്ടില്ലാത്ത പാട്ട് കേട്ടിട്ട് അതിപ്പോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പാടിയിട്ട് പോലും അല്ലല്ലോ നീ പലപ്പോഴും വരും. അതേ കുഴപ്പം. നിങ്ങളൊക്കെ ഉണ്ടാകും, പിന്നെ നമ്മൾ പുറകെ ഇരുന്ന് തട്ടിയാൽ മതിയല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങരുത് കേട്ടോ. കൃത്യം ഞായറാഴ്ച കൊറേ നല്ല നല്ല ഇവർ പാട്ടുകൾ, രണ്ടുപേരും പക്ഷെ അത് ഇവർ രണ്ടുപേരും കണ്ണൂർ രാജൻ ഏൽപ്പിക്കുമ്പോൾ ഇവർ രണ്ടുപേരും മുങ്ങിയാണ്. ശരി ഇന്നാളെ ശരി. ഞാൻ നല്ലോണം പാട്ട് പഠിക്കും കേട്ടോ. അവസാനം പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് ഒരു ഇതിൽ വെക്കാം, നമുക്ക് ഓഫ്ലൈനിൽ ഒരു ദിവസം വെക്കാന്നേ. എപ്പോഴെങ്കിലും സാറ് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഒരു ദിവസം ഒന്ന് കൂടാം, എല്ലാവർക്കും ഒരുമിച്ച് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഏതെങ്കിലും ആയിട്ട് നല്ല വിശേഷമുള്ള ആളുടെ ഉള്ള ഒരു സമയത്തൊക്കെ. അപ്പൊ എല്ലാത്തിന്റെയും ചെറിയ ചെറിയൊരു പാർട്ടൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം. കേട്ടോ? അപ്പൊ ഒരു ഗ്യാതറിംഗ് ഒക്കെ നടത്തണം. 90 ദിവസമായിട്ട് 93 ദിവസമായിട്ട് നമുക്ക് പാട്ട് പഠിച്ചിട്ടില്ല ഇതിലായിട്ട്. പറ്റുന്നില്ല, ആണോ? പഠിച്ചിട്ടില്ലേ? ശരിയാകുന്നില്ല. രമാവതി മാമും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു മാത്രമേ ഓ ഉള്ളൂ അല്ലേ? അല്ല, അങ്ങനെയല്ല. പാട്ട് പാടാനേ ചെറുതാണെങ്കിലും 2 വരിയാണെങ്കിലും 4 വരിയാണെങ്കിലും ഒരു കോൺഫിഡൻസോടുകൂടി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം. പ്രത്യേക അത് കഴിവാണ്. ഈ പീലിയേഴും വീശുവ, അതുപോലെ പാടം പൂത്ത കാലെല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് സാർ. അല്ല, അത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ആ പാട്ടിന്റെ ലിറിക്സ് നോക്കിയൊക്കെ പാടുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. മൂളി പാടാനൊക്കെ നമുക്കറിയാം. അതാണ് നമ്മളുടെ പ്രശ്നം. അത് നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ പാട്ടിന്റെ അകത്ത് പല സംഗതികളും ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അത് പാടുമ്പോഴേ പാട്ട് അറിയുള്ളൂ. വായിക്കുന്നതായി പോകും നമ്മൾ പാടും. അതെ അതെ അതെ, അത് പാടുമ്പോഴേ അറിയുള്ളൂ. അതാണ് ഒരു കാര്യം. പീലിയേഴും വിഷുവും ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആണെന്നറിയോ? അയ്യോ, എനിക്കത് കേൾക്കുമ്പോഴേ ഭയങ്കര ഫീലിംഗ്. അത് അത്രയും എന്താ പറയാ, ഹൃദയത്തിലൊക്കെ തട്ടുക പാട്ട് കേൾക്കും. ആ പാടൊന്ന് ഇട്ട് തരാം. പാടിയിട്ട് നിർത്തിക്കൂ. അയ്യോ, 2 വരി പാടും, നിങ്ങൾ പാടാം. നോക്കട്ടെ. പാടിക്കും. മാധവം മദനോത്സവം വാഴുമീ വനവീതിയിൽ
മാധവം മദനോത്സവം വാഴുമീ വനവീതിയിൽ പാടൂ നീരതി ജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ പാടൂ നീരതി ജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ പീലിയേഴും വീശിവാ സ്വരരാഗമാം മയൂരമേ ആയിരം വരവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പോഴാണത് ഭംഗിയായത്. താങ്ക് യു, സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പേര് നാളെ നമുക്ക് പുതിയൊരു സെഷൻ മനോജ് സാറിൽ നിന്ന് കേൾക്കാം. സോ ഗുഡ് നൈറ്റ്, സി യു. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. ആ വിന്ദ സാർ ഉണ്ടായിരിക്കും, ഒരു പാട്ട് പാടിയിട്ട് ഇല്ല ഈ രണ്ടുപേരും പാടാവോ? ഇല്ല സാറേ, ഞാൻ ആ പടം എനിക്ക് ആ ദേവി ക്ഷേത്ര നടയിൽ അത് ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ പാടാനൊന്നും പറ്റില്ല. രണ്ടുപേരും പാടുന്നേ, ചുമ്മാ പാട്. ആ പാട്. ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത, ത്രിസന്ധ്യ എഴുതിയ കവിത. പറ്റണില്ല സാറേ? യെസ് സാർ, താങ്ക് യു. അത് മതി. അതേ ദീപാരാധന എന്ന് പറയുന്നതിന്റെ അകത്തൊരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഷാബു സാർ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോ ദീപാരാധന അത് മാത്രം ഒരു സംഗതി ഉണ്ടായില്ലേ? അതാ പറഞ്ഞത്. ആ സംഗതി നമുക്ക് മനസ്സിലാകത്തില്ല, ഇവിടെ വായിക്കുമ്പോൾ സംഗതി എല്ലാം മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ബൈ, ഗുഡ് നൈറ്റ്.